Guys, welcome back to Aafiya vlog. Hôm nay mình còn có một ngày chutney pody idali dosa chutney pody. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് അരിയാണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ചോറ് വയ്ക്കുന്ന അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടാണ്. ഇത് അര കപ്പ്. പിന്നെ 10 വങ്കണെങ്കിൽ കുരുമുളക്. ഇനി കറക്റ്റെല്ലാം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ വെള്ളം എല്ലാം ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് 2 ടേബിൾ സ്പൂൺ. ഇങ്ങനെ വറ്റൽമുളക് അത് അധികം വേണ്ടല്ലോ, 20 എണ്ണം ഉണ്ട്. ഒരു 20 എണ്ണം. ഒരു അര കപ്പ് കടലപ്പരിപ്പ്, 1 കപ്പ് ഉഴുന്ന്. കടലപ്പരിപ്പും നമ്മൾ അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ്. ഒരു ഫ്ലേവറിനായിട്ട് വെളുത്തുള്ളി, കറിവേപ്പില കഴുകി വെച്ചിരിക്കുകയാണ് എല്ലാം. ഇതിൻ്റെയൊക്കെ വെള്ളമായി മാറ്റി നമുക്ക് ഉണക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അത് വറുത്തെടുക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ അളവെല്ലാം കൃത്യമായല്ലോ. 1 കപ്പ് ഉഴുന്ന്, അര കപ്പ് കടലപ്പരിപ്പ്, അര കപ്പ് അരിയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതെ, ഫ്ലേവറിനായിട്ടുള്ള മുളക്, വറ്റൽ മുളക് ഇടുന്നവർക്കും വറ്റൽ മുളക് ഇടാം, അല്ല കാശ്മീരി മുളകും കൂടെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ വറ്റൽ മുളക് മാത്രമാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് അതും എരിക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. 2 ടേബിൾ സ്പൂൺ. മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരി അനുസരിച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതിയാവും മുളക് പൊടിയാണെങ്കിൽ. നമുക്കിതിന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാ സാധനങ്ങളും എടുത്തേക്ക് നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടായിക്കോ. ഓക്കെ, നമുക്ക് സാധനങ്ങളൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം അരി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുക്കാം. ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചുമന്ന കളറിൽ വരും, അരിയൊക്കെ പൊട്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് ശരിയായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ അരിയൊക്കെ ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അരിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. കേട്ടില്ലേ, സൗണ്ട് കേൾക്കാമല്ലോ. ഇതേപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നമുക്ക് വറുത്ത് കൊടുക്കാം. കളർ മാറി ഒരു ചുമന്ന കളറിൽ വരും. ഗോൾഡൻ ബ്രൗൺ കളർ വരും. അതെ, അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരു പൊട്ടുന്ന സൗണ്ട് കേട്ടില്ല, ഇങ്ങനെ അരി പൊട്ടണം, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇതേപോലെ തന്നെ നമുക്ക് ഉഴുന്നും വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി. അതെ, പൊട്ടുന്നത്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈം ആയില്ലേ, ഇപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു ചട്നിപ്പൊടി പെട്ടെന്ന് കൊടുത്തു വിടാനൊക്കെ ഇത് വളരെയധികം നമുക്ക് സഹായിക്കും. നിങ്ങൾക്ക് ഉഴുന്ന് 2ആയിട്ട് പിളർന്ന ഉഴുന്ന് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ടുള്ള ഉഴുന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ അരി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രം നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുത്ത പാത്രമായിരിക്കണം. ഓക്കെ, വെള്ളം ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതുപോലെ തന്നെ ഉഴുന്നും വറുത്തെടുക്കാം. ഇത് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം സെപ്പറേറ്റ് വറുത്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും മൂത്ത് വരുന്ന സമയം വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും മാറ്റി വറുത്തെടുക്കുന്നത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പരുവം നമുക്ക് ശരിയായി കിട്ടത്തില്ല. നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ഉഴുന്നിവിടെ വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ഉഴുന്ന് വറുക്കുന്നതിന് ഒരു പ്രത്യേക മണം വരുന്നുണ്ടല്ലേ? നല്ല ഇഷ്ടമായോ? അതെ.
ഇത് ശരിക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇതിൻ്റെ ആ മെഷർമെൻ്റ് ഒന്ന് മറിഞ്ഞിരുന്നാൽ മതി, കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. പറ്റില്ലേ ആഫി മോളെ? അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോസും ഇടുന്നത്, കുഞ്ഞുങ്ങൾക്ക് പാചകം പഠിക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പണ്ട് കാലത്തൊക്കെ സ്ഥിരം വീടുകളിലുണ്ടായിരുന്ന ഒരു ചമ്മന്തി തന്നെയാണിത്. ഇപ്പോൾ എല്ലാം പാക്കറ്റുകളിൽ കടയിൽ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും വാങ്ങുക തന്നെയാണ്. ശരിക്കും സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നി പൊടി തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനകത്ത് നമുക്ക് എള്ള് വേണമെങ്കിൽ ഓപ്ഷണലാണ്, എള്ള് ഇല്ലെങ്കിൽ നമുക്ക് ചേർക്കേണ്ട. അതെ, അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിനകത്ത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഓക്കെ, ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു മിനിറ്റും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ ഇട്ടിട്ട് നമുക്കത് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ വറുത്തെടുത്ത അരിയുടെ കൂടെ തന്നെയാണ് ഉഴുന്നും ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം, ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷമേ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത കടലപ്പരിപ്പ് ഇതുപോലെ വറുത്തെടുക്കാം. ഇതിവിടെ തണുക്കട്ടെ. ഇത് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് നമുക്കിതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കാം. പരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇട്ടു. നമുക്കിതും ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കടലപ്പരിപ്പ് മൂത്തതിൻ്റെ ഒരു വ്യത്യസ്തമായൊരു മണമാണ്, കടല മൂത്ത് വന്നതിൻ്റെ ഒരു മണമാണ്. ഇനി നമുക്കടുത്തത് മുളക്, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, എള്ള്, ഇത് ഇത്രയും നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. നമുക്കിനി വറ്റൽമുളക് വറുത്തെടുക്കാം. വറ്റൽമുളക് വറുക്കുമ്പോൾ മൂക്കൊക്കെ എരിയും, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് അമ്മമാരുടെ ഹെൽപ്പോട് കൂടി നിങ്ങളും ചെയ്യണം. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ആഫിയ മോളെ ഉൾക്കൊള്ളിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ ചെയ്യാനും. നിങ്ങൾ ആഫിയ മോള് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആൻറ്റി ഇതേപോലെ ഓരോന്നും ചെയ്യിക്കുന്നത്. അപ്പോൾ ആഫി മോള് പഠിക്കുകയും ചെയ്യും, നിങ്ങൾ കൂട്ടുകാർക്ക് പഠിക്കാനും പറ്റും. അമ്മൂമ്മയെങ്കിലും അമ്മൂമ്മ, അതിലും വിഷമമില്ല. എങ്ങനെയായാലും ഇനിയുള്ള തലമുറ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണം എന്നത് ഒരു ആഗ്രഹമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചാനൽ ചെയ്യുന്നത്. അഫിക്ക് കുക്കിങ്ങിന് നല്ല പാഷനുമാണ്, അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പച്ചമുളക് കഞ്ഞി എടുത്ത് പൊടിക്കുകയാണെങ്കിൽ അതിന് വേറെ ടേസ്റ്റ് കിട്ടും. പിന്നെ മുളക് പൊടി എടുക്കാൻ ആ ടേസ്റ്റ് കിട്ടുന്ന വേണ്ടില്ല. എന്തായാലും ഇതുവരെ ഞാൻ കുമ്മിക്കില്ല, ഇനി കുമ്പോന്നും അറിയില്ല. കുഴപ്പമില്ല. ഏകദേശം മുളക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മുളക് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റാം. ഇനി എടുത്ത് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കൂടെ എള്ള്, 2 ടേബിൾ സ്പൂൺ എള്ളും 2 ടേബിൾ സ്പൂൺ കുരുമുളകുമാണ് എടുത്തത്. എള്ള് പൊട്ടുന്ന സൗണ്ട് നിങ്ങൾ കണ്ടല്ലോ. എള്ള് വളരെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നൊരിതാണ്, അത് പൊട്ടുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന്, കുരുമുളകൊന്ന് ചൂടായി കിട്ടണം, എള്ളൊന്ന് മൂപ്പിച്ചും കിട്ടണം. രണ്ടും വളരെ പെട്ടെന്ന്. നമ്മൾ തീ സിമ്മിലിട്ടിട്ടാണ് ഇത് രണ്ടും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. എള്ള് ചേർക്കുന്നത് വളരെ നല്ലൊരു ടേസ്റ്റ്, ഫ്ലേവർ കിട്ടും. ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അതെ, ഹെൽത്തിയുമാണ്. എള്ള് നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ്.
ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, എള്ളെല്ലാം നന്നായിട്ട് പൊട്ടി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് എള്ളും കുരുമുളകും കൂടെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയിലുള്ള വെള്ളം ഒക്കെ വലിഞ്ഞ് മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നമുക്കൊരു 10-15 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ആക്കി എടുക്കാം. വെള്ളമൊക്കെ ഡ്രൈ ആക്കി ഇത് ഓരോന്നിനും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് വേണമെങ്കിലും വറുത്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് വറുത്തെടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാനിവിടെ എണ്ണ ചേർക്കാതെ തന്നെയാണ് എല്ലാം വറുത്തെടുത്തത്. നല്ലതായിട്ട് കീപ്പിംഗ് കപ്പാസിറ്റി ഉണ്ടാവും നമ്മൾ എണ്ണ ചേർക്കാതെ വെച്ച് കഴിഞ്ഞാൽ. എണ്ണ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അത് ചീത്തയായി പോകുമെന്ന് തോന്നുന്നു. അത് കാരണം ഞാനത് എണ്ണ ചേർക്കാതെ തന്നെ എല്ലാം വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. 2-3 മാസത്തേക്ക് പറ്റില്ല, ഒരു 2-3 മാസമൊക്കെ ഇരിക്കും. പക്ഷെ നമ്മൾ അത്രയ്ക്ക് കപ്പാസിറ്റി ആയിട്ട് ഉണ്ടാക്കില്ല. 1 മാസമൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് വെളിയിൽ വെച്ചിരിക്കാം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും ഇരിക്കും. നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലൊക്കെ ഇട്ട് അടച്ചു വെക്കണം. വെള്ളമായി ഒന്നും വീഴാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ വെളുത്തുള്ളി ഏകദേശം വെള്ളമൊക്കെ വിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഇളക്കിയിട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറി കിട്ടുന്നത് വരെ നല്ല ഫ്രൈ ആക്കി എടുക്കണം. കറിവേപ്പില അതിൻ്റെ വെള്ളമയമൊക്കെ മാറണം. നല്ല വെള്ളമയമൊക്കെ ഉള്ളതാണ്. നമ്മൾ കഴുകിയെടുത്തതുകൊണ്ടാണ്. കറിവേപ്പിലയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ കറിവേപ്പില തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയും ശരീരത്തിന് മുടി വളരാനും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കറിവേപ്പില. കണ്ണിന് കാഴ്ച കിട്ടാനും മുടി വളരാനും ഒക്കെ ഹെൽത്തിയാണ്. അതുകൊണ്ട് ചേർക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല. അപ്പം നമുക്കത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് വരാം. കറിവേപ്പിലയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലതായിട്ട് ഒന്ന് ക്രിസ്പി ആവണം കറിവേപ്പില. എന്നാലും അത് മിക്സിയിലിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് പൊടിച്ചെടുക്കുമ്പോൾ തരിതരിയായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം, നല്ല ഫൈനായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ചെറിയ തരിതരിയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അത് ഇത്തിരി കൂടെ ടേസ്റ്റിയാണ്. നമുക്ക് ഒരു ബൈറ്റ് കിട്ടുമ്പോൾ ഒക്കെ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. കറിവേപ്പിലയുടെ വെള്ളമൊക്കെ വിട്ട് വന്ന് നല്ല ക്രിസ്പി ആയിട്ട് മൂപ്പിച്ചെടുക്കണം. അതാണ് അതിൻ്റെ പരുവം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് എണ്ണ ചേർത്ത പാത്രം തന്നെയായിരുന്നു. നമുക്കിനിത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം നമുക്ക് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സി ജാർ എടുക്കണം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ആദ്യം നമുക്ക് അരി, ഉഴുന്ന്, കടലപ്പരിപ്പ് ഇത്രയും വറുത്തത് കുറച്ച്, എല്ലാം കൂടെ പറ്റില്ല, കുറച്ചായിട്ട്. അത് നമ്മൾ കല്ലിൽ കൊടുക്കുകയാണ് ഇത്ര വറുത്തുണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ഇത്രയും പൊടിച്ചെടുക്കാം. കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് പോർഷൻ എടുത്തിട്ടുള്ളൂ. ഇത് ഇത്രയും നമുക്ക് പൊടിച്ചെടുക്കാം ആദ്യം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം.
വയ്ക്കാം. നമുക്ക് അതിൻ്റെ അവസ്ഥ നോക്കുന്നത് കുറച്ചും കൂടെ പൊടിയാനുണ്ട്. പൊടിയാം, ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് കാണാം. ഇങ്ങനെയൊക്കെ നമുക്ക് മാവ് വയ്ച്ച് കൊടുക്കാം. വണ്ടിയൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ വണ്ടിയിലേക്ക് ഇക്കരി നല്ല ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ മൊത്തം മരിച്ചെടുക്കാം. നമുക്ക് ദോശ എടുക്കാം. ക്രീം ദോശ കിട്ടി. ഇപ്പം നമുക്ക് ദോശ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ചട്നിപ്പൊടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ചട്നിപ്പൊടിയിൽ നിന്നും 1.5 സ്പൂണോളം എടുക്കാം. കുറച്ചുകൂടെ എടുത്തു. മിക്സ് ചെയ്യണ്ടേ? മതിയോ? നടുക്കൊരു ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളേ വേണ്ട, മതി. കറക്റ്റാണ്. കണ്ടില്ല? നമ്മളിവിടെ എണ്ണയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയുമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഫ്രൈയും ദോശ എടുത്തിട്ടുണ്ട്. ഞാൻ ചട്നിയിലാണ് മുക്കി കഴിക്കാം. നീ കഴിക്കാം. കഴിക്കുമ്പോഴൊക്കെ നല്ല കരിയായിക്കൊണ്ട് കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ? വെള്ളം പോലെയാണ്. ടേസ്റ്റ് നോക്കുന്നേ. സൂപ്പറാണോ? അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ബായ് പറഞ്ഞോ. ബായ്. ഒന്നുകൂടി പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കനെ ക്ലിക്കും കൂടി ചെയ്യണേ. ബെല്ലൈക്കൻ ഇറങ്ങി ഓടും. അത് പിടിച്ചിട്ടൊക്കെ വേണം ക്ലിക്ക് ചെയ്യാം. ബായ്. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. എരിവൊന്നുമില്ല. അതെ, നമുക്ക് എന്താ പറയുക, ശരീരത്തിന് ഹാനികരമായിട്ടുള്ള കളറോ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കാതെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുണ്ടാക്കിയെടുത്ത ഒരു ചട്നിപ്പൊടിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.